കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഭൂലോക വൈകുണ്ഠമായ ഈ ഗുരുവായൂരപ്പനെ പറ്റി പല പല കഥകളും ഐതിഹ്യങ്ങളും എല്ലാം ഉണ്ട്. ഇത് പല ആൾക്കാരും പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ടാവും. അതെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവാം. എങ്കിലും ഓരോരുത്തരും പറയും തോറും, ഓരോരോ ശൈലിയിൽ പറയും തോറും അത് ഓരോരുത്തർക്കും പ്രത്യേകതകൾ ഉണ്ടാവുന്നതാണ്. അങ്ങനെ ഈ ഗുരുവായൂർ അമ്പലത്തിലെ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ എന്താണെന്ന് വെച്ചാൽ, ഗുരുവും വായുവും കൂടി ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ചു എന്നാണ് പറയുന്നത്. പണ്ട് ദ്വാരകയിൽ പ്രളയം വന്ന് ദ്വാരക മുങ്ങിപ്പോകുന്ന സമയത്ത് ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വിഗ്രഹം പാതാള അഞ്ജനശില എന്നും പറയും, പതഞ്ജനശില എന്നും പറയും. ഇത് ദ്വാരകയിൽ വസുദേവരും ദേവകിയും വെച്ച് പൂജിച്ച് ആരാധിച്ചിരുന്ന ഒരു വിഗ്രഹമാണ്. നമ്മുടെ ഗുരുവായൂരപ്പനും പൂജിച്ചിട്ടുണ്ട്. ദ്വാരക മുങ്ങിപ്പോകുന്ന സമയത്ത് കലികാലത്ത് ഭക്തന്മാർക്ക് എല്ലാവർക്കും പൂജിച്ച് ആരാധിക്കുവാനും ഭഗവാനിലേക്ക് എത്തിക്കുവാനും ഭഗവാന്റെ അടുത്ത് വരുവാനും വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് ഉത്തമമായ ഒരു സ്ഥലത്ത് ഇത് പ്രതിഷ്ഠിക്കണമെന്നും ഗുരുവിനോടും വായുവിനോടും പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ആ പ്രളയത്തിൽ ഒരു ആലിലയുടെ ഷേപ്പിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ അവിടെ കിടന്നു എന്നും ഗുരുവും വായും കൂടി അതെടുത്ത് അത് പ്രതിഷ്ഠിക്കുവാൻ പറ്റിയ സ്ഥലം നോക്കി ആകാശമാർഗേണ നടക്കുന്ന സമയത്ത് നല്ലൊരു സരസ് പൊയ്ക കാണുകയും ഒരു നിമിഷം അവിടെ നിൽക്കുകയും ചെയ്തു. അപ്പോൾ ആ സരസിനടുത്ത് പൊയ്കയിൽ അടുത്ത് ശ്രീ മഹാദേവനും പാർവതി ദേവിയും ഇരിക്കുകയായിരുന്നു. അവരവിടെ ഇരുന്ന് സല്ലപിക്കുകയായിരുന്നു. ഇവരെ കണ്ടതോടുകൂടി മഹാദേവന് സംഗതി മനസ്സിലായി. അപ്പോൾ മഹാദേവൻ പറഞ്ഞു, ഈ ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിക്കുവാൻ ഏറ്റവും ഉത്തമമായ സ്ഥലം ഇതാണെന്നും ഇവിടെ പ്രതിഷ്ഠിച്ചോളൂ എന്നും പറയുകയുണ്ടായി. ഞങ്ങൾ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് മാറിയിരിക്കാം എന്നും പറയും. ഇന്ന് ഇപ്പോൾ ഈ കാണുന്ന ഗുരുവായൂരപ്പൻ്റെ ഈ രുദ്രതീർത്ഥ കുളം പണ്ട് കാലത്ത് ഒരു പൊയ്കയായിരുന്നെന്നും സരസ്സായിരുന്നെന്നും അത് ഇതിലും കൂടുതൽ വലിപ്പമുണ്ടായിരുന്നെന്നും എന്ന് പറയപ്പെടുന്നു. അങ്ങനെ മഹാദേവൻ ഈ സ്ഥലത്ത് നിന്ന് കുറച്ച് മാറിയിരുന്നു ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠ ഇവിടെ നടത്തുകയും ചെയ്തു. ശ്രീ ഗുരുവായൂരപ്പനെ ഇവിടെ വന്ന് തൊഴുത് കഴിഞ്ഞാൽ മഹാദേവനെയും കൂടി തൊഴണം എന്നൊരു ഉപാധി ഉണ്ട് എന്ന് പൂർവികർ പറയുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ശ്രീ ഗുരുവായൂരപ്പനെ വന്ന് തൊഴുന്നവർ മഹാദേവനെ ചെന്ന് കാണുന്നുണ്ട്. അതാണ് ഈ ഗുരുവായൂർ അമ്പലവും മഹാദേവൻ്റെ മമ്മിയൂരും തമ്മിലുള്ള ചെറിയൊരു ബന്ധം പറയുന്നത്. അങ്ങനെ ഈ പാതാളാഞ്ജനശില ഇവിടെ വരികയും ചതുർബാഹു വിഗ്രഹമാണ് ഇവിടെ. ചതുർബാഹു വിഗ്രഹമാണെങ്കിലും പൊതുവെ എല്ലാ ഭക്തന്മാർക്കും ഭഗവാന്റെ കാണുന്നത് ചെറിയൊരു ഉണ്ണിക്കണ്ണനെയായിട്ടാണ്. അതിന് പിന്നിൽ ആൾക്കാർ എന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ഭക്തൻ ഏത് വിധത്തിൽ ഗുരുവായൂരപ്പനെ മനസ്സിൽ വിചാരിച്ച് ആരാധിക്കുന്നുവോ അതേ രൂപത്തിൽ ഭഗവാൻ അവർക്ക് മുന്നിൽ എഴുന്നള്ളും, അവർക്ക് മുന്നിൽ കാണിച്ചു കൊടുക്കും എന്നാണ്. നമ്മൾ ചെറിയൊരു ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ഉണ്ണിക്കണ്ണനാണ് നമ്മുടെ മുന്നിൽ വരിക. ഒരു കൗമാരക്കാരൻ്റെ രൂപത്തിലാണ് നമ്മൾ കാണുന്നതെങ്കിൽ ആ കൗമാരക്കാരൻ്റെ രൂപത്തിലാണ് നമ്മുടെ മുന്നിൽ വരിക. അതേമാതിരി തന്നെ യൗവനത്തിലുള്ള ഗുരുവായൂരപ്പനാണ് നമ്മൾ കാണണമെങ്കിൽ അതേമാതിരിയാണ് വരുന്നത്. അപ്പോൾ ഭക്തൻ്റെ മനസ്സ്, ഭക്തൻ എങ്ങനെ സ്നേഹിച്ച് ശ്രീ ഗുരുവായൂരപ്പനെ കാണുന്നുവോ അതേമാതിരി തന്നെ ഭക്തന്മാരുടെ മുന്നിൽ ഭഗവാൻ വരുന്നു. ഭഗവാൻ ഭക്തവത്സലനാണ്. ഈ ഉണ്ണിക്കണ്ണനെ ആയിട്ട് കൂടുതൽ പറയുന്ന പൂന്താനവും വില്ലമംഗലവും കുറൂരമ്മയും ഒക്കെ ഉള്ള സമയത്ത് അവർക്കെല്ലാവർക്കും ശ്രീ ഗുരുവായൂരപ്പൻ ഉണ്ണിക്കണ്ണനായിട്ടാണ് കാണുന്നത്. അവരെല്ലാവരും ഏകദേശം ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചവരാണ് എന്നാണ് പറയപ്പെടുന്നത്. പൂന്താനം തിരുമേനി മലയാള ഭാഷ മാത്രമേ അറിയുള്ളൂ, സംസ്കൃതം അറിയില്ല. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് സംസ്കൃതത്തിൽ അതിവിദഗ്ധനാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന് അദ്ദേഹത്തിൻ്റെ ഗുരുവിൽ നിന്നും വാതരോഗം മേടിച്ച് വന്ന ആളാണ്. ഗുരുവിന് വല്ലാണ്ട് വാതരോഗം വന്ന് ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ സങ്കടം കണ്ടിട്ട് ആ വാതരോഗം തന്നിലേക്ക് ആവാഹിച്ച് ഗുരുവിന് ഗുരുദക്ഷിണയായി കൊടുത്ത് ാണ് വന്നത്. അപ്പോൾ തൻ്റെ ഈ വാദം ഇദ്ദേഹത്തിന് വല്ലാതെ കലശലായി ബുദ്ധിമുട്ടിച്ചപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്ത് വന്ന് ഭജനത്തിന് വരികയും
ഗുരുവായൂരപ്പൻ്റെ ഭജനത്തിന് വന്ന സമയത്ത് എങ്ങനെ ഭജിക്കണം, എന്തു ചെയ്യണം എന്ന് മനസ്സിലാകാതെ ഇരിക്കുന്ന സമയത്ത് എഴുത്തച്ഛൻ പറഞ്ഞു, മീൻ തൊട്ടുകൂട്ടുവാൻ പറഞ്ഞു എന്നാണ് പറഞ്ഞത്. അപ്പോൾ മറ്റുള്ളവർക്കെല്ലാം എന്താണ് മീൻ തൊട്ടുകൂട്ടാൻ പറഞ്ഞത് എന്ന് വിചാരിക്കുകയും, പക്ഷേ മേൽപ്പത്തൂരിന് അത് മനസ്സിലായി. മത്സ്യാവതാരം മുതൽ എഴുതി തുടങ്ങിക്കോളാനും ഉപാസിച്ചോളാനുമാണ് പറഞ്ഞത് എന്ന് പറയുന്നു. അങ്ങനെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഇപ്പോൾ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിലേക്ക് കടക്കുമ്പോൾ കിഴക്കേ വാതിലിൻ്റെ ഇടത് സൈഡിൽ ഇപ്പോൾ അവിടെ ഒരു ശിലാഫലകവും ഒരു വിളക്കും കത്തിച്ച് വെച്ചിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടാണ് നാരായണീയം എഴുതി തുടങ്ങിയത്. നാരായണീയം ഓരോ ദിവസം ഓരോ ദശകം അങ്ങനെ എഴുതും അദ്ദേഹം. എന്നിട്ട് ശ്രീ ഗുരുവായൂരപ്പന് സമർപ്പിക്കും. ഈ നാരായണീയം എഴുതുന്ന സമയത്ത് ആണ്, ആ കാലഘട്ടത്തിലാണ് പൂന്താനം തിരുമേനി ഒരു മലയാള കാവ്യം എഴുതി കൊണ്ടുവരികയും അതൊന്ന് തെറ്റിതിരുത്തി കൊടുക്കുവാൻ പറയുകയും ചെയ്തത്. അപ്പോൾ മേൽപ്പത്തൂർ പറഞ്ഞു, മലയാളമല്ലേ, ഇതൊന്നും വേറെ വല്ലവരോടും നോക്കാൻ പറയൂ, തമിഴാണെങ്കിൽ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് വല്ലാണ്ട് വിഷമമായി. പിന്നെ അദ്ദേഹം സഹസ്രനാമം ചെല്ലുന്ന സമയത്ത് അതിലൊരു വരിയുണ്ട്, അമരപ്രഭു എന്നും മരപ്രഭു എന്ന്. അത് അദ്ദേഹം തെറ്റിച്ചൊല്ലി. അങ്ങനെ അദ്ദേഹത്തിനെ കളിയാക്കുകയും മേൽപ്പത്തൂർ പൂന്താനത്തിനെ കളിയാക്കി. അപ്പോൾ പൂന്താനത്തിന് വളരെ വിഷമമായി. അപ്പോൾ ശ്രീകോവിലിനകത്ത് നിന്നൊരു അശരീരി വന്നു, മരപ്രഭുവും ഞാൻ തന്നെയാണ്, അമരപ്രഭുവും ഞാൻ തന്നെയാണ് എന്ന്. ആ ഒരു ഭഗവാന്റെ അരുൾപ്പാടന അനുസരിച്ചിട്ടാണ് ഇന്ന് നമ്മൾ തെക്കേ നടക്കിൽ കാണുന്ന ഒരു മരപ്രഭുവിൻ്റെ വലിയൊരു ശില്പം കാണാം. അതിന് പിന്നിലുള്ള ഒരു സംഗതിയാണ് അത് ഇപ്പോൾ ഈയിടെ വന്ന വലിയൊരു ശില്പമാണ്. അവിടെ നിരവധി ആരാധകരെല്ലാം വന്ന് ആരാധിക്കുന്നുണ്ട്. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മഹത്വവും അവിടെ ഉണ്ട് എന്ന് പറയുന്നു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.